നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് ഫെയറിന്റെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ താമസിക്കുന്ന വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സറൗണ്ടിങ്സിലോ അല്ലെങ്കിൽ താമസിക്കുന്ന ഫ്ലാറ്റിലോ റൂമിലോ എവിടെയായാലും പോസിറ്റിവിറ്റി എങ്ങനെ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിലേക്ക് ഷെയർ ചെയ്യാനും തീർച്ചയായിട്ടും ശ്രമിക്കുക. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകളുമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജമാകുന്നത്. നമ്മൾ വളരെ ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്തു പോകുന്ന ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കാനും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പല ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടും താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കിൽ കൂടെ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മൾ താമസിക്കുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ മുറി അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് ഒക്കെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എങ്ങനെ അവിടെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിന് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ അതായത് ഹൈലി വൈബ്രന്റ് ആയിരിക്കണം ആസ് ആൻ ഇൻഡിവിജ്വൽ, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും സാഹചര്യങ്ങളിലും നമ്മുടെ വീട്ടിലും റൂമിലും ഒക്കെ പോസിറ്റിവിറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ വീടിന്റെ എൻട്രൻസ്, അവിടേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് വളരെ നീറ്റ് ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ പറയാറുണ്ട് എപ്പോഴും പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് വരുന്നത് നമ്മൾ പറയുന്ന വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ എൻട്രൻസ് വഴിയാണ്. തീർച്ചയായിട്ടും അവിടെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നീറ്റ് ആയിട്ടിരിക്കുക. അതായത് കാട് പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ചപ്പുചവറുകൾ വാരിയെറിയുന്ന ഒരു രീതികളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതൊക്കെ ഒരു സ്ഥലങ്ങളിലായിട്ട് മാത്രം ഡിപ്പോസിറ്റ് ചെയ്യാനും കറക്റ്റ് ആയിട്ട് വേണ്ട സ്ഥലങ്ങളിൽ അത് ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ടും ശ്രദ്ധിക്കുക. വലിച്ചു വാരി കിടക്കുന്ന സ്ഥലങ്ങളിൽ പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറാനും അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ ആയിക്കോട്ടെ അവിടെ എങ്ങനെയാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്, അവിടുന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും കൂടുതൽ നമ്മൾ ഇന്റൻസ്ഡ് ആവും, അല്ലെ? അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് പോസിറ്റീവായുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ താമസിക്കുന്ന മുറിയിലേക്ക് അട്രാക്ട് ആകണമെന്നുണ്ടെങ്കിൽ അതിന് വരാനായിട്ട് ആ പോസിറ്റിവിറ്റി അവിടെ വരാനായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ വളരെ നീറ്റ് ആൻഡ് അറേഞ്ച്ഡ് ആയിട്ട് എപ്പോഴും കാര്യങ്ങൾ സൂക്ഷിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പണം സൂക്ഷിച്ചു വെക്കുന്ന മുറി അല്ലെങ്കിൽ നിങ്ങളുടെ അലമാര അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ്, ഇതൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വളരെ നീറ്റ് ആയിട്ട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം അവിടെയൊക്കെ പോസിറ്റിവിറ്റി എന്ന് നിറഞ്ഞാലേ നമുക്ക് നമ്മുടെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് ഒക്കെ ഇംപ്രൂവ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടിന്റെ ഓരോ കോർണേഴ്സ്. അതായത് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ പറയും മൂശേട്ടെ പുറത്ത് കളയണം എന്ന് പറയും. അതായത് വീടിന്റെ പല കോർണറുകളിലും നെഗറ്റീവായിട്ട് എനർജി കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനങ്ങളും അനങ്ങാതിരിക്കുന്ന സാധനങ്ങൾ, അതിൽ മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്ന സാധനങ്ങളിലായിരിക്കും എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാവുക. അതുകൊണ്ടാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂത്താടികൾ വളരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഒഴുക്കുള്ള വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും എന്ന് പറയും. അതുപോലെ തന്നെയാണ് എവിടെയാണോ എനർജി ഇല്ലാതിരിക്കുന്നത്, എവിടെയാണോ മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്നത്, അവിടെയായിരിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും അക്യുമുലേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കോർണറുകൾ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ്, കിച്ചൺ ഏരിയ, അതുപോലെ നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ സൂക്ഷിക്കുന്നോ, അതുപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ തുണികളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വൃത്തിയായിട്ട് മാറ്റിവെക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ അടുക്കും ചിട്ടയുമായിട്ട് ഓരോ സ്ഥലങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോസിറ്റിവിറ്റി ഉണ്ടാവും. അവിടെ താമസിക്കുന്ന വ്യക്തികൾക്കും പോസിറ്റിവിറ്റി ഉണ്ടാവും. അവരുടെ മൈൻഡും ശരീരവും എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവർ പോസിറ്റീവ് ആയിട്ടിരിക്കണമെങ്കിൽ അവരുടെ സറൗണ്ടിങ്സും പോസിറ്റീവ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വീടും പരിസരവും നമ്മൾ താമസിക്കുന്ന റൂമും അതുപോലെ തന്നെ നമുക്കും കൂടുതൽ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പോസിറ്റിവിറ്റി നിലനിർത്തുവാനും അവരുടെ മാനിഫെസ്റ്റേഷൻ കൂടുതൽ ഫാസ്റ്റ് ആക്കാനും വേണ്ട ടെക്നിക്കുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺഡ് വിത്ത് സ്കിൽസ് ഫെയർ.